ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മുഖോട്ട എന്ന് പറയുന്ന സ്റ്റോറിയുടെ രണ്ടാമത്തെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്സായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പോയിൻ്റ് കൂടി പറയാനുള്ളത്, നമ്മൾ കേട്ടറ്റിൻ്റെ ക്ലാസ്സസ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും ഉടനെ തന്നെ. അപ്പോൾ റിസൾട്ടൊക്കെ വരാത്തതുകൊണ്ട് ഇങ്ങനെ വെയിറ്റിങ്ങിന് നിൽക്കുന്നതാണ്. ഓക്കെ, അതിൻ്റെ ടോപ്പിക്കുകൾ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്റ്റോറിയിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മൾ ശ്രവൺ എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടറിൻ്റെ ഏകദേശം അവിടം വരെയാണ് എത്തിയിട്ടുള്ള. മെയിൻ ക്യാരക്ടറിനെ നമ്മളിന്ന് പരിചയപ്പെട്ടു. അപ്പോൾ അത് എന്താണ്, കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പുള്ളി ഒരു OBC സർട്ടിഫിക്കറ്റ് കൈക്കലാക്കി തെറ്റായ രീതിയിൽ MLA ചെന്ന് കണ്ടൊക്കെ. ഓക്കെ, ആ ഒരു ഭാഗമാണ് നമ്മൾ ഇതുവരെയായിട്ടും കണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. അങ്ങനെ അവൻ കോളേജിലെത്തിയപ്പോൾ, ഓക്കെ, നമ്മൾ നിർത്തിയത് ഇവിടെയായിരുന്നു. പാഠക് സർനെ ഏക് ദിൻ ക്ലാസ് മേ കഹ ഹോ തോ പിച്ചഡെ പർ ഹോ തേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ന്ന ജാതിയിലുള്ളതാണ്, പക്ഷേ അവൻ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ് എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. യേ ഉസ്കെ വിദ്യാചരൺ കാ സാർവജനിക് സത്യാപൻ ദ മൻ ഹി മൻ ശ്രവൺ ഖുഷ് ഹി हुआ प्रकट में मुख लटकाकर शाहिदाना अंदाज में उसने कहा, सर क्या पिछड़ा पैदा होने से दिल और दिमाग भी पिछड़ा हो जाता है. അപ്പോൾ അവൻ സാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്താണ്, താഴ്ന്ന ജാതിയിൽ ജനിച്ചതുകൊണ്ട് എൻ്റെ മനസ്സും അതുപോലെ തന്നെ ബ്രെയിനും താഴ്ന്ന അല്ലെങ്കിൽ നിലവാരം കുറഞ്ഞു തന്നെ ഇരിക്കണമെന്നുണ്ടോ എന്ന് അവൻ ചോദിക്കുകയാണ്. ക്ലാസ് കി ലഡ്കിയ ഹംദർദി സെ ഹിൽ ഗയി. ഓക്കെ, അപ്പോൾ അവരോട് ദയ തോന്നി അവൻ്റെ അടുത്ത്. സബ്സെ തേജസ്വിനി और दिलेर भावना देसाई इस जुमले पर कुर्बान हुई कैंटीन के मेज़ पर. ഓക്കെ, അപ്പോൾ ഭാവന ദേശായി എന്ന് പറയുന്ന ഒരു ഗേളിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. വോ അഗ്ലേഹി മഹിനെ ശ്രവൺ കോ ഷാനു കഹനെ ലഗി. അപ്പോൾ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോവുകയാണ്. അടുത്ത മാസം തന്നെ എന്താണ്, ശ്രവണിനെ ഷാനു എന്ന് വിളിക്കാൻ തുടങ്ങി. ശ്രവൺ ഉസ്കോ ലേക്കർ ഗംഭീർ നഹീദ. അപ്പോൾ അവൻ അത്ര സീരിയസ് ഒന്നും അല്ലായിരുന്നു ആ റിലേഷൻഷിപ്പിൽ. വോ ഉസ്കി സമസ്ത ചേഷ്ടായം ദേക്കർ മുസ്കുരാ ഉഡ്താ ലഗ്താ ഹെ ആനെ വാലെ വർഷോ മേ തും സമാജ് സുധാർ മേ കാഫി നാം കമാവുകെ. സമാജ് സുധാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ട് ഇവൻ മാറുമെന്ന് പുള്ളിക്കാരിക്ക് തോന്നി. സിനിസിസം തുമേ സൂട്ട് നഹി കർത്താ, ഇസ്സെ അച്ചാ ഹെ തും ഗുസ്സാ കരോ ഹരാ തേസാ ബി ഗുസ്സ. ഓക്കെ, അവൻ കുറച്ച് ആറ്റിറ്റ്യൂഡുള്ള ഒരാളായി മാറണമെന്നായിരുന്നു ഭാവന പറഞ്ഞിരുന്നത്. കുച്ച് ഭാവനാക്കെ कहने पर कुछ अपने आप जानबूझकर श्रवण ने अपनी चाल डाल और बातचीत में तेजाब डाल रखा था ताकि कोई उसकी निजी ज़िंदगी में घुसपैठी की ഹിമ്മത്ത് എന്നാ കാര്യം. അപ്പോൾ അവൻ കുറച്ചൊക്കെ ഒരു സ്ട്രിക്റ്റ് ആറ്റിറ്റ്യൂഡിലേക്ക് മാറി. അതുകൊണ്ട് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ അവൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ മറ്റുള്ളവർ ഇടപെടുന്നത് കുറവായി. ഓക്കെ, ഇത് പോയിൻ്റ് ഓർത്തിരിക്കേണ്ട ഇതാണ്. ഉസ്നെ ഗലത് പ്രമാൺ പത്ര ഹാസിൽ കിയാ ദാഖില മിൽനെ के लिए OBC का एक गलत प्रमाण पत्र हासिल किया था, तो अगर कोई जान गया तो उन्हें कॉलेज से बाहर निकालेगा और इसके साथ साथ उसे जुर्माना भी भरना पड़ेगा. ഓക്കെ, ആരെങ്കിലും അറിയുവാണെങ്കിൽ അവനെ കോളേജിൽ നിന്ന് പുറത്താക്കും. അതൊരു ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ് അവൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഫൈനും അടയ്ക്കേണ്ടി വരും. ലഡ്കെ ഉസ്സെ ഡർനെ ലഗേ ദേ പഠായി മേ വോ തേസ് था, उसकी पीठ पीछे वो नहीं कर सकते थे जो औरों के लिए कहते थे, अरे भैया ये सरकारी मेहमान है, इनका क्या है, खाली कॉपी भी दमा देंगे तो डिग्री कमा लेंगे. ഓക്കെ, എന്താണ്, മറ്റുള്ളവരെ അവന് ചെറുതായിട്ടൊന്ന് പേടിക്കാൻ തുടങ്ങി. കാരണം അവൻ നന്നായി ഇൻ്റലിജൻ്റ് ആണ്. അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ അവന് മറ്റുള്ളവർ കുറ്റം പറയുന്ന കുറവാണ്. കാരണം മറ്റു കുട്ടികൾ, അതായത് ഇതുപോലെ റിസർവേഷൻ കാറ്റഗറിയിൽ വന്നിട്ടുള്ള കുട്ടികളെ ആളുകൾ കളിയാക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അരേ ഭയ്യ ഏ സർക്കാരി മെഹമാൻ ഹെ, അതായത് ഇവർ ഗസ്റ്റാണ്. ഓക്കെ, അവർക്ക് റിസർവേഷൻ ഉണ്ട്, അതുകൊണ്ട് അവർ കാര്യമായിട്ടൊന്നും പഠിച്ചില്ലെങ്കിലും അവർക്ക് ഡിഗ്രി കിട്ടും എന്ന് മറ്റുള്ളവരെക്കുറിച്ച് ആളുകൾ പറയാറുണ്ട്. പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയാറില്ല, കാരണം അവൻ ഇൻ്റലിജൻ്റ് ആണ്. ഓക്കെ, ഹോസ്റ്റൽ മേ 3 സർദാർ ഛാത്ര ഭി थे, പുഷ്പീന്ദർ, സത്വീന്ദർ और രവീന്ദർ. അവിടെയുള്ള 3 സർദാർ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് അവർ. ജിസ് ദിൻ വേ സിർ ധോത്തെ अपने बाल कंधों पर लहरा लेते, लटके उन्हें पकड़कर छत पर डांस शुरू कर देते. 600 वोट का म्यूज़िक सिस्टम पूरे हॉस्टल में गूंज जाता, पटाखू लटके भी हवा खाने छत पर पहुंच जाते. ഓക്കെ, അപ്പോൾ അവർ ഹോസ്റ്റലിലെ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ബഗൽ മേ കമല നെഹ്റു വിമൻസ് കോളേജ് हॉस्टल की वार्डन कुमुद बनर्जी तुरंत खिड़की से झांककर देखती, उसे लगता कंधे तक बाल चित्राए नाचती हुई लड़कियां हो न हो उसी के हॉस्टल की है. वो तुरंत रजिस्टर लेकर
റോൾ കോൾ ലേ ഡാൽത്തി. ഓക്കെ, ഷോർട്ടായിട്ട് പറയാം. അതായത് ഇവരുടെ കൂട്ടത്തിൽ കുറച്ച് സർദാറായിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് എന്താണ് ഒത്തിരി മുടിയുണ്ട്. അപ്പോൾ ടർബൻ ആ സംഭവം ഉണ്ടല്ലോ, തലയെക്കെട്ടൊക്കെ കെട്ടുന്ന. അപ്പോൾ അവരിത് എന്നാണ് മുടി കഴുകുന്ന, അപ്പം എന്നാൽ അവർ ടെറസിന് മുകളിലിട്ട് മുടി ഇങ്ങനെ പറത്തിയിടും. ഓക്കെ, എന്നിട്ട് അവിടെ ഡാൻസ് ചെയ്യും. അപ്പോൾ അടുത്തുള്ള വുമൻസ് ഹോസ്റ്റലിലെ വാർഡൻ നോക്കുമ്പോൾ എന്താണ് ഈ ബോയ്സിൻ്റെ ഹോസ്റ്റലിൽ കുറച്ച് ഗേൾസ് ഡാൻസ് ചെയ്യുന്നു. ഓക്കെ, ആ രീതിയിൽ അവർ കാണുന്നു. അപ്പം പെട്ടെന്ന് തന്നെ ഹോസ്റ്റലിലെ എല്ലാ ഗേൾസിനെയും വിളിച്ചിട്ട് അറ്റൻഡൻസ് എടുക്കും. ओके, अत्र उल्लोड़े वुमेंस हॉस्टल की लड़कियों को लाइन में कॉरिडोर में हटा देकर छत वाले लड़के पलट कर देखते और नया गाना लगा देते थे. बचना ये हसीनो लो में आ गया. ओके, അത് ബച്ചന ഹി ഹസീ ഒരു പഴയ ഹിന്ദി ഫിലിമിലെ സോങ് ആണത്. സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. ओके, घर आकर श्रवण हॉस्टल के किस्से सुनाता तो माँ फिर हुजूर दरबार में गुहार लगाती है, भगवान मेरा भटका वहाँ किसी लड़की के चक्कर में न पड़े, सीधे सीधे पढ़ाई पूरी कर धुला पूंजा वापस आ जाए. ओके, അത് അമ്മ പറയുന്നൊരു കാര്യമാണ്. लगता है भगवान तदास्तु को अपना पॉलिसी मैटर बनाए हुए हैं, तभी तो वाजिब गैर वाजिब सब अबीले मंजूर करते जा रहे हैं. श्रवण 2 साल बाद हर लौटा है पर अकेला नहीं, साथ नौकरी है. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. 2 വർഷത്തിന് ശേഷം, അതായത് 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് അവൻ വീട്ടിലെത്തി. പക്ഷേ ഒറ്റയ്ക്കല്ല വന്ന, കൂടെ ജോലിയും ഉണ്ടായിരുന്നു. മഹീനയ്ക്ക് അന്തമേ ഉസെ ഗുജറാത്ത് ജാനാ ഹെ കൃപാൽ പെയിൻറ്റ്സ് ജോയിൻ കരണം. അപ്പോൾ ഈ മാസം അവസാനം തന്നെ അവന് ഗുജറാത്തിലേക്ക് പോകണം, കൃപാൽ പെയിൻറ്റ്സ് ജോയിൻ കരണം. അവിടെയാണ് അവന് ജോലി കിട്ടിയത്. ആ ജോലിയായിട്ടാണ് അവൻ മടങ്ങിയെത്തിയത്. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, കമാവ് പൂത്ത് കി മാ കാ ഓഹദ ബഹുത് ബഡ. അവന് ജോലി കിട്ടിയതുകൊണ്ട് അമ്മയ്ക്ക് എന്താണ് കുറച്ച് സ്റ്റാൻഡേർഡ് വന്നു. സബ്കെ ഉദ്ഗാർ ഏക് സെ ഇത്നി സി ഉമ്ര മേ പഠ് ലിഖ് കർ ഇത്നി ഊഞ്ചി നോക്കരി പാ ഗയാ വോ തോ ശുരു സെ തേസ് ദഹമേ പത്താത. അവൻ ചെറുപ്പം മുതലേ ഇൻ്റലിജൻ്റ് ആയിരുന്നു, ഞങ്ങൾക്കറിയാം. ഓക്കെ, അത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. BA MA करने वाली लड़कियों की माए लार और लार टपकाने लगी. അപ്പോൾ BA MA ഒക്കെ ചെയ്തിട്ടുള്ള പെൺകുട്ടികളുടെ അമ്മമാരും നല്ല രീതിയിൽ അവരുടെ അടുത്ത് പെരുമാറാൻ തുടങ്ങി. ദേക്കർ ശ്രവൺ ഓർ ഉസ്കി മാക്കോ അച്ഛാ ലഗ ഫിദ അസിത്. ഓക്കെ, അവരുടെ പുള്ളിയുടെ അച്ഛൻ്റെ പേരാണ് അസിത്. കുച്ച് ഓർ തൻകർ ചലനെ ലഗെ. ഓക്കെ, അവർക്ക് അവന് ജോലി കിട്ടിയതുകൊണ്ട് ആ ഒരു ആറ്റിറ്റ്യൂഡ് അവർക്കും വന്നു. അകലെ അവരുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ചൊക്കെ ചേഞ്ച് വന്നു. അകലെ മാഹ് കെ ദൂസരെ ഹഫ്തെ തക് ശ്രവൺ രാജ്കോട്ട് में पैर जमाने की स्थिति में आ गया. ഓക്കെ, അപ്പോൾ അവിടെ എത്താറുള്ള ജോയിൻ ചെയ്യാറുള്ള ടൈമായി. ഹിന്ദുസ്ഥാൻ की सबसे बड़ी पेंट्स कंपनी में उसे जैसे दर्जनों लड़के प्रबंधकीय कार्य का प्रशिक्षण पा रहे थे. അപ്പോൾ എന്താണ് ഒരു ക്ലർക്കായിട്ടാണ് അവർ ജോലി കിട്ടുക, പ്രബന്ധക്. ഓക്കെ, അതായത് പെയിൻറ്റ്സ് കമ്പനി ആയിട്ടുള്ള ഒരു പെയിൻറ്റ് കമ്പനിയിലാണ് അവന് ജോലി കിട്ടിയത്. ഓക്കെ, उन्हें कंपनी के आचार संहिता, कार्यनीति, विक्रय संचालन और कार्मिक प्रशासन हर स्तर पर सिखाया जा रहा था. ഓക്കെ, അപ്പോൾ അവരൊരു ട്രെയിനിങ് കൂടി ഉണ്ട്, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിഭ और प्रयत्न से ओतप्रेत ये लड़के कभी अहमदाबाद, कभी सूरत, कभी बम्बई भेजे जाते सेमिनार और कॉन्फ्रेंस में. साल भर में उनका दिमाग वैसे ही निर्मित हुए जैसी कंपनी को उम्मीद ദി. ഓക്കെ, അപ്പോൾ അതായത് നമ്മളൊരു സ്ഥലത്ത് ജോയിൻ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഒരു പ്രൈവറ്റ് സെക്ടർ കമ്പനി ജോയിൻ ചെയ്യുമ്പോൾ അവരുടേതായ കുറച്ച് ട്രെയിനിങ്ങുകളുണ്ട്. അവരുടെ കാര്യങ്ങൾ മീൻസ് അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ഒക്കെ മിക്കയിടത്തും ഉണ്ട്. അതിനെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. സോത്തെ ജാഗ്തെ ഉൻകെ സാമനെ ഏക് ഉദ്ദേശ്യം ഹോത്ത. അപ്പോൾ അവർ എണീക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എപ്പോഴും അവരുടെ മുന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് കൃപാൽ പെയിൻറ്റ്സ് കാ വിസ്താർ ഓർ ഉത്കർഷ. അവർ ജോലി ചെയ്യുന്ന കൃപാൽ പെയിൻറ്റ്സ് ഉണ്ടല്ലോ, അതിന് എന്താണ് ഡെവലപ്പ് ചെയ്യുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യവും. ശ്രവൺ, ശിവേന്ദ്ര और जयेश ने मिलकर फ्लैट किराए पर लिया, ജീവൻ ചൽ നിക്കല. ഓക്കെ, അപ്പോൾ അവിടെ 3 ഫ്രണ്ട്സ് ഉണ്ട്, ശ്രവൺ, ശിവേന്ദ്ര ഓർ ജയേഷ്. അവർ 3 പേരും കൂടി ചേർന്നാണ് ഫ്ലാറ്റ് എടുത്ത്. ഇപ്പോൾ ശ്രവണിന് 2 ഫ്രണ്ട്സ് കൂടി കിട്ടി. സുബഹ 9 बजे से रात 9 बजे का समय ऑफिस या फील्ड में बीतता. दोपहर का
ലഞ്ച് ഓഫീസ് ടേബിൾ पर रात का भोजन मौसी के यहाँ ഓക്കെ. അപ്പോൾ അവരുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഉച്ചയ്ക്ക് ലഞ്ച് ഓഫീസിൽ രാത്രിയിലെ ഭക്ഷണം എന്താണ് മൂസിക്ക് यहाँ. അപ്പോൾ മൂസി ആരാന്ന് അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. शुरू में श्रवण को पता नहीं था. उसने पहले से रहने वाले കളീഗ് സഞ്ജയ് സെ പൂച്ച ഖാന കഹാം ഖാത്തേ ഹോ. അപ്പം ആദ്യം ശ്രവണ് അറിയില്ല എന്താ സംഭവം എന്ന്. അപ്പോൾ അവൻ ഓരോരുത്തരുടെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി രാത്രിയിൽ എവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ മോസിക്ക് ഓക്കെ എന്ന് എല്ലാവരും പറയാൻ തുടങ്ങി. ഉസ്നെ കൽപേഷ് സെ പൂച്ച ഖാനെ ഖാ ഇന്ദസാം മോസിക്ക് ഖാത്താഹു. अमर गीत वे सब मौसी के यहाँ खाते हैं. भगवान क्या सबकी मौसिया राजकोट में रहती है. അപ്പോൾ എല്ലാവരുടെയും മോസി രാജ്കോട്ടിലാണോ ഉള്ളതെന്ന് അവന് തോന്നിപ്പോയി. कुछ दिन बाद जाहिर हुई शहर में हर माहवारी हिसाब पर खाना खिलाने का ഓക്കെ അവിടെ തെറ്റാണ്. ഖാന ഖിലാനെ കാ കാം മഹിളാവോനെ സംഭാല ഹുവാ ഹെ. ഓക്കെ, അതായത് നമ്മൾ ടിഫിൻ കൊണ്ടു നടക്കുന്ന ഒരു പരിപാടിയുണ്ട് ടൗണുകളിൽ. അങ്ങനെയാണ് ഇവർക്ക് ഫുഡ് കിട്ടുന്നത്. ഓക്കെ, അത് ഓരോ വീട്ടിൽ നിന്നും പ്രിപ്പയർ ചെയ്തിട്ട് ടിഫിനായിട്ട് അതൊരു ബിസിനസ്സാണ് അവിടെയുള്ളത്. ഇൻ മഹിളാവോക്ക് മോസി കഹാ ജാത്താ താ ഫലേഹി ഉൻകി ഉമ്ര 25 ഹോ യാ 55. ഓക്കെ, അപ്പോൾ അവരെ അങ്ങനെ ഫുഡ് കൊണ്ടുവരുന്നതിന് മോസി എന്നാണ് വിളിക്കുന്നത്. അവരുടെ ഏജ് എത്രയാണേലും ഓക്കെ 25 ആണെങ്കിലും 50 ആണെങ്കിലും അവരെ വിളിക്കുന്നത് അങ്ങനെയാണ്. രാത് 9:30 के बाद खाना नहीं मिलता. ഓക്കെ, ഏകദേശം 9 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാത്രിയിൽ ഫുഡ് കിട്ടില്ല. ചോട്ടി चौकी पर वाइट स्टूल पर थाली रख लटके इनके घर जाकर हाँ आते हैं रोटी सब्जी दाल चावल. ना रायता ना चटनी ना सलाद. ഓക്കെ, അപ്പോൾ ഇവർ അവരുടെ വീട്ടിൽ ചെന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീട്ടിലാണ് സപ്ലൈ ചെയ്യുന്നത്. श्रवण भी एक मौसी के यहाँ 350 पर रात का खाना तय कर आया. ഓക്കെ, അവനും ഒരിടത്ത് ഫുഡ് ഇങ്ങനെ പറഞ്ഞു വെച്ചു. ഓക്കെ, ഏകദേശം 350 രൂപ മാസത്തേക്ക് രൂപയ്ക്ക് അവൻ എന്താണ് ഫുഡ് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ വേറൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് ടൗണുകളിൽ ഇങ്ങനെ ഫുഡ് ഉണ്ട്. അപ്പോൾ ലഞ്ച് ബോക്സ് എന്ന് പറയുന്ന ഒരു ഫിലിമുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഫുഡ് ഇങ്ങനെ ഓഫീസിൽ കൊണ്ടു കൊടുക്കുന്ന അങ്ങനെ ഒരു സ്റ്റോറിയാണത്. നല്ലൊരു ഫിലിമാണിത്. ഓക്കെ, അപ്പോൾ ഈ ഫുഡ് ഡെലിവറിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഫുഡ് കൊണ്ടു കൊടുക്കുകയല്ല, ഇവർ പറഞ്ഞിട്ട് അവിടെ പോയി കഴിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ हर की याद शुरू में जल्दी जल्दी आती. रात 9 बजे के बाद PCO पर बेताब भीड़ जुड़ती. ऐसे में कोई मालदार सेठ अगर STD पर लंबी बिजनेस वार्ता छेड़ देता तो लटके बेचैन हो जाते. ഓക്കെ, ഇനി അടുത്ത് പറയാനുള്ള നമ്മൾ ഫോൺ ബൂത്താണ്. അപ്പോൾ അവരുടെ കോളിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ വീട്ടിലേക്കൊക്കെ ഫോൺ വിളിക്കണമല്ലോ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. किसी को गर्लफ्रेंड से बात करनी है तो किसी को पापा से. फ़ोन को तटकन नाड़ी से भी तेज. अभी कैसे हो कैसी हो चल रहा है कि 32 रुपये 90 पैसे खर्च हो गया. ऐसे में अगर वहाँ से माँ पूछे गद्दा बनवा लिया तो बोलना ही है हाँ बनवा लिया. नहीं बोलने से 32 रुपये और खर्च होंगे इस सफाई में कि गद्दा क्यों नहीं बनवाया. ഓക്കെ, അതായത് പറഞ്ഞ ഇത്രയാണ്. ചിലരുടെ ടോക്ക് കാരണം എന്താണ് ആളുകളിങ്ങനെ ക്യൂ ആണ്. അപ്പോൾ ചിലതെന്താണ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റുള്ളവർ ക്യൂവിൽ നിൽക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇങ്ങനെ സംസാരിച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് പൈസ കൊടുക്കേണ്ടി വരും. ഓക്കെ, അതത്രേ ഉള്ളൂ. ശിവ് കി ഷാദി കാൺപൂർ മേ തയ് ഹുയി ഹെ. ശിവ് എന്താണ് പുള്ളിയുടെ ഒരു ഫ്രണ്ടാണ് ഐ തിങ്ക്. ഓക്കെ, ശിവേന്ദ്ര. ഓക്കെ, അപ്പോൾ കാൺപൂരിൽ പുള്ളിയുടെ മാരേജ് ഫിക്സ് ചെയ്തു. വാലറ്റ് में अपनी मंगेतर की तस्वीर लगा रखी थी. ഓക്കെ, അപ്പോൾ പേഴ്സിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. उनकी सालगिरह पर वो STD कोड लगाता है. माता पिता और भाई की बाधा पर लटकी तक पहुँचता है. ഓക്കെ, അവൻ ആ വാളറ്റിൽ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു കൈസി ഹോ മുझे याद. ओके, मुझे याद करती है करूँगी बाद में. चिट्ठी नहीं लिखूँगी बाद में. ഓക്കെ, അപ്പോൾ അപ്പം ചിഹ്നം ചെയ്യാം പിന്നെ ചെയ്യാമെന്ന പെൺകുട്ടി പറയുകയാണ്. അപ്പം നീ നെയ് ഫോട്ടോ भेजूँगी बाद में. ഓക്കെ,
അങ്ങനെയുള്ള ആ ഒരു കോൺവെർസേഷനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഫോൺ पर सेंसर बोर्ड के हाथ में चला जाता है. शिवेंद्र समापन नमस्कार करता है. बाद में साथियों के बीच बैठकर चीखता है 300 रुपये खर्च हो गए और लटकी है कि बाद में की सेवा कुछ बोली ही नहीं. ओके. संजय अनुपम के पास चिढ़ाने का बहाना हो जाता है. चाय बनती है. शिव से कहते हैं तुम्हें मिलेगी पर बाद में. ഓക്കെ, അതപ്പോൾ അവരുടെ ആ ഒരു കോൺവെർസേഷനും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളൂ. പ്രത്യേകിച്ച് വേറൊന്നും തന്നെ ഇല്ല. ഓക്കെ. किसी दिन लड़कों को घर के खाने की धुन सवार होती है. उल्टी प्लेट पर अनुपम एकदम गोल रोटी बेलकर दिखाता है. संजय चिढ़ता है तुम्हारा नाम अनुपम नहीं अनुपमा होना चाहिए. अनुपम टेढ़ भिखारी अंदाज में कहता है हम अपने सीएम लालू यादव को लिखूंगा कि एक फोले फाले भिखारी को ഇതർ സബ് സതാത്ത ഹെ. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീടിനെ കുറിച്ചൊക്കെ ഇടയ്ക്ക് ഓർമ്മ വരും. അതുപോലെ തന്നെ വീട്ടിൽ കിട്ടുന്ന ഫുഡിനെ കുറിച്ചൊക്കെ, അതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഗൈസ്, സീ ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.